പാലക്കാട് സർക്കാർ ഉടമസ്ഥതയിലുള്ള മലബാർ ഡിസ്റ്റിലറീസിന് സാങ്കേതിക അനുമതി വൈകുന്നതിനെതിരെ തൊഴിലാളി സംഘടനകൾ രംഗത്ത്. കഞ്ചിക്കോട് പുതിയ സ്വകാര്യ മദ്യ കമ്പനികൾക്ക് അനുമതി നൽകിയ സർക്കാർ മലബാർ ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകിപ്പിക്കുന്നതായി ആരോപണം. പാലക്കാട് മേനോൻപാറയിലാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കാനായി എക്സൈസ് വകുപ്പ് മലബാർ ഡിസ്റ്റിലറി കമ്പനി രൂപീകരിച്ചത്. അടച്ചുപൂട്ടിയ ചിറ്റൂർ ഷുഗർ ഫാക്ടറിയുടെ 113 ഏക്കർ സ്ഥലത്താണ് മലബാർ ഡിസ്റ്റിലറി പ്രവർത്തിക്കുക. 26 കോടിയോളം രൂപ വകയിരുത്തി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചെങ്കിലും സാങ്കേതിക അനുമതി വൈകുകയാണ്. ഇപ്പോൾ ബിവറേജസ് കോർപ്പറേഷന്റെ ഗോഡൌണിനായാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നത്. മലബാർ ഡിസ്റ്റിലറി യാഥാർത്ഥ്യമാക്കാൻ നടപടികൾ വേഗത്തിലാക്കണമെന്ന് INDC ആവശ്യപ്പെട്ടു. മലബാർ ഡിസ്റ്റിലറി എന്ന് പറയുന്ന കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് ബിവറേജ് കോർപ്പറേഷന്റെ 2002 MD ആയിരുന്ന ശങ്കർ റെഡ്ഡി IPS ആണ്. അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് തന്നെ ഇതിൻ്റെ ലൈസൻസ് നടപ്പാക്കി. പക്ഷേ അന്നു മുതൽ ഇന്ന് വരെ മലബാർ ഡിസ്റ്റിലറി എന്ന് പറയുന്ന കമ്പനിയുടെ പേരിൽ നേരത്തെ ചിറ്റൂർ ഷുഗർ കോർപ്പറേഷൻ്റെ പേരിലുണ്ടായിരുന്ന 114 ഏക്കർ സ്ഥലം അത് മുഴുവൻ കടങ്ങൾ തീർത്ത് സഹകരണ വകുപ്പിൻ്റെയും ജില്ലാ ബാങ്കിൻ്റെയും മുഴുവൻ കടങ്ങൾ തീർത്ത് KSBC കടങ്ങൾ തീർത്തെങ്കിലും ഇന്ന് വരെ അതൊരു ലിക്വിഡേറ്ററെ വെച്ച് അത് ലിക്വിഡേറ്റ് ചെയ്ത് കമ്പനിയുടെ പേരിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട MP രാജേഷ് മന്ത്രിയായതിനു ശേഷം ബഹുമാനപ്പെട്ട മന്ത്രിക്കും ഇൻഡസ്ട്രീസ് ഡയറക്ടർക്കും ഇൻഡസ്ട്രീസ് സെക്രട്ടറിക്ക് അടക്കം ഞാൻ കത്ത് കൊടുത്തു. ആ കത്തിന് മറുപടി അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറെടുക്കുന്നു എന്നാണ്. ആദ്യഘട്ടത്തിൽ പ്രതിദിനം 13,500 കേസ് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റാണ് മലബാർ ഡിസ്റ്റിലറിയിൽ ലക്ഷ്യമിടുന്നത്. ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതോടെ സംസ്ഥാനത്തിന് പുറത്തും വിപണി കണ്ടെത്താൻ കഴിയുമെന്ന് തൊഴിലാളി സംഘടനകൾ പറയുന്നു. മലബാർ ഡിസ്റ്റിലറിയുടെ നിർമ്മാണം വൈകുന്നത് പദ്ധതി ചെലവ് വർദ്ധിക്കാൻ കാരണമാകുമെന്നും സംഘടനകൾ വ്യക്തമാക്കുന്നു. സാങ്കേതിക അനുമതി വൈകുന്നതിനാൽ മലബാർ ഡിസ്റ്റിലറീസ് യാഥാർത്ഥ്യമാകാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇതിനിടെയാണ് സ്വകാര്യ മദ്യക്കമ്പനികൾക്ക് അനുമതി നൽകിയിട്ടുള്ള സർക്കാർ തീരുമാനം വിവാദമാകുന്നത്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.